Our last class we are discussing about the movements of Earth. Earth's movements ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ? The movements of Earth are divided into two parts: revolution and rotation. Rotation and revolution ആണ് Earth's movements. The Earth shows two different types of movements: rotation and revolution. അല്ലേ? കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് ഇത് രണ്ടുമാണ്. Earth's movement രണ്ട് തരത്തിൽ ഡിവൈഡ് ചെയ്യുന്നു. One is rotation and another is revolution. Then what is rotation? എന്താണ് ഭൂമിയുടെ റൊട്ടേഷൻ? ഭൂമി എപ്പോഴും റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു, കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞില്ലേ? അങ്ങനെയാണെങ്കിൽ എന്താണ് ഭൂമിയുടെ ഈ റൊട്ടേഷൻ എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. നോക്കാം, ലിസൺ. Rotation is the movement of the earth on its own axis. The axis is an imaginary line running from the north pole to south pole. The earth takes 24 hours to rotate once on its axis. All planets excepting Venus and Uranus spin from west to east. Rotation causes formation of day and night. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതാണ് ലെസൺ. When the earth rotates, one half of the earth faces the sun and has day. The other half of the earth has night. It is about the rotation of our earth. ഭൂമിയുടെ കറക്കത്തിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് അല്ലേ? ഭൂമി എപ്പോഴും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? റൊട്ടേഷൻ എന്ന് പറയുന്നത്. റൊട്ടേഷൻ ഈസ് ദ മൂവ്മെന്റ് ഓഫ് ദി എർത്ത് ഓൺ ഇറ്റ്സ് ആക്സിസ്. ഭൂമിക്ക് ഒരു ആക്സിസ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ? ഭൂമിക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ആക്സിസ് ഉണ്ട്, ഒരു അച്ചുതണ്ടുണ്ട്. അതിലാണ് ഭൂമി എപ്പോഴും ഇങ്ങനെ എന്ത് ചെയ്യുന്നത്? കറങ്ങിക്കൊണ്ടേയിരിക്കുന്നത്. ദി ആക്സിസ് ഇസ് നോട്ട് ആൻ ഒറിജിനൽ ബട്ട് ഇറ്റ് ഈസ് ആൻ ഇമാജിനറി ലൈൻ അല്ലെ? അതൊരു ഇമാജിനറി ആയിട്ടുള്ള ലൈനാണ്. ശരിക്കും അങ്ങനെ ഇല്ല, പക്ഷെ അതൊരു ഇമാജിനേഷൻ ആണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? ഒരു ഇമാജിനറി ലൈനാണ് അവിടെ ഉള്ളത്. ദെൻ നോർത്ത് പോളിൽ നിന്ന് അല്ലെ സൗത്ത് പോളിലേക്ക് ഉള്ള ഒരു ഇമാജിനറി ലൈനാണ്. അതായത് മുകളിൽ നിന്ന് താഴേക്ക് ഇമാജിനറി ലൈൻ ഉണ്ട്. ആൻഡ് the earth takes 24 hours to rotate once on its axis. ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കാൻ വേണ്ടി 24 മണിക്കൂർ വേണം. ഒരു തവണ അതിങ്ങനെ കറങ്ങിട്ട് കംപ്ലീറ്റ് ആവണമെങ്കിൽ എത്ര വേണം? 24 മണിക്കൂറുകൾ, 24 hours വേണം. Then all planets excepting Venus and Uranus spin from west to east. എല്ലാ പ്ലാനറ്റ്സും വീനസും യുറാനസും ഒഴികെ ബാക്കിയുള്ള മുഴുവൻ പ്ലാനറ്റ്സും എങ്ങോട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്? വെസ്റ്റ് ടു ഈസ്റ്റ്, പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് എല്ലാ പ്ലാനറ്റ്സും എക്സെപ്റ്റിംഗ് വീനസ് ആൻഡ് യുറാനസ്. വീനസും യുറാനസും ഒഴികെ എല്ലാ പ്ലാനറ്റ്സുകളും പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. റൊട്ടേഷൻ കോസസ് ഫോർമേഷൻ ഓഫ് ഡേ ആൻഡ് നൈറ്റ്. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് രാത്രിയും പകലും ഉണ്ടാകുന്നത് അല്ലെ? ഇങ്ങനെ ഭൂമി കറങ്ങുന്നതുകൊണ്ടാണ് എന്തുണ്ടാകുന്നത്? രാത്രിയും പകലും ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ എന്തുണ്ടാവില്ല? ഡേ ആൻഡ് നൈറ്റ് ഉണ്ടാവില്ല. ആൻഡ് when the earth rotates, one half of the earth faces the sun and has day. അതായത് ഭൂമി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സൂര്യന് നേരെ ഫേസ് ചെയ്യുന്ന ഭാഗം, സൂര്യന്റെ നേരെ വരുന്ന ഭാഗം ഉണ്ടാകുന്നു രാവിലെ, പകൽ അല്ലെ? ആ സമയത്തിനാണ് നമ്മൾ പകൽ എന്നും മറ്റേ സൈഡിന് നമ്മൾ രാത്രി എന്നും പറയുന്നു. ഭൂമി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് കൊണ്ടാണ് ഡേ ആൻഡ് നൈറ്റ് റൊട്ടേഷൻ ഉണ്ടാകുന്നത്. അപ്പൊ ഭൂമിയുടെ ഈ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ സൂര്യനെ ഫേസ് ചെയ്യുന്ന ഭാഗം ഡേയും ഓപ്പോസിറ്റ് സൈഡ് എന്താകും? നൈറ്റും ആകുന്നു. ഇത്രയും നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. റൊട്ടേഷൻ ഓഫ് എർത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു പിക്ചറും അവിടെ കൊടുത്തിട്ടുണ്ട്, കണ്ടോ? അവിടെ എന്തുണ്ട്? സൂര്യനെ കാണുന്നുണ്ട് അല്ലെ? റെഡ് കളറിൽ സൂര്യൻ, അതിന്റെ സൺലൈറ്റും ഒക്കെ ഉണ്ട്. ദെൻ അവിടെ എർത്ത് കൊടുത്തിട്ടുണ്ട്. ദെൻ അതിന്റെ നടുവേ എന്തുണ്ട്? ഒരു ആക്സിസ് ഉണ്ട്. അതായത് ഭൂമിയുടെ ഈ നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്ക് ഒരു ചെരിഞ്ഞ രീതിയിൽ അല്ലെ? കണ്ടോ? നോർത്ത് പോൾ സൗത്ത് പോൾ. അവിടെ നിന്ന് താഴേക്ക് ഒരു ആക്സിസ് ഉണ്ട്.
ഭൂമി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇതിന് ചുറ്റും. ഈ ആക്സിസിന് ചുറ്റും കറങ്ങുമ്പോ ഇവിടെ സൂര്യന്റെ നേരെ വരുന്ന ഭാഗത്തിന് രാവിലെ, പകൽ, ഡേ. മറ്റേ സൈഡ് എന്താണ്? രാത്രി. ഇങ്ങനെയാണ് ഭൂമി കറങ്ങുന്നത്. അതിന്റെ ആക്സിസിൽ കറങ്ങുമ്പോ സണ്ണിന് ഫേസ് ചെയ്യുന്ന ഭാഗം ഡേയും മറ്റേ ഭാഗം എന്താകുന്നു? നൈറ്റും ആകുന്നു. ക്ലിയർ ആയോ? ഒന്ന് വായിച്ച മോളെ ദേവാഞ്ജന. റൊട്ടേഷൻ. Rotation is the movement of the earth on its own axis. The axis is an imaginary line running from the North Pole to South Pole. The earth takes 24 hours to rotate once on its axis. All planets except Venus and Uranus spin from west to east. Rotation causes formation of day and night. When the earth rotates, one half of the earth faces the sun and has day. The other half of the earth has night. ഓക്കെ. അപ്പോ ഇതാണ് ഭൂമിയുടെ റൊട്ടേഷൻ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതില്? മനസ്സിലാകാത്ത എന്തെങ്കിലും ഉണ്ടോ? നോ. ദെൻ നമുക്ക് റെവല്യൂഷൻ എന്താണ് എന്ന് നോക്കാം. അതായത് ഭൂമിയുടെ മൂവ്മെന്റിന് രണ്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. റൊട്ടേഷൻ ആൻഡ് റെവല്യൂഷൻ. നമ്മൾ റൊട്ടേഷൻ എന്താണ് എന്നുള്ളത് പറഞ്ഞു. ഇനി റെവല്യൂഷൻ ആണ് പറയാൻ വേണ്ടി പോകുന്നത്. Listen, revolution. The movement of the earth around the sun is called a revolution. It revolves around the sun in a fixed path called an orbit. It takes 365 days to complete revolution around the sun. This time period is called the solar year. As the earth orbits around the sun, the longer days of summer change into the shorter days of winter. This means that the length or the temperature of the days change. This causes the seasons. Spring, summer, autumn, and winter are the seasons in India. The ഇതിൽ പറയുന്നത് റെവല്യൂഷൻ എന്താണ്? ഭൂമിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, റെവല്യൂഷൻ, മാറ്റം, അതിനെ കുറിച്ചാണ് പറയുന്നത്. ദ മൂവ്മെന്റ് ഓഫ് ദ എർത്ത് അറൗണ്ട് ദ സൺ ഈസ് കോൾഡ് റെവല്യൂഷൻ. ഭൂമിക്ക് ചുറ്റും ഉള്ള സണ്ണിന് ചുറ്റുമുള്ള ഭൂമിയുടെ റെവല്യൂഷനെയാണ് അല്ലെങ്കിൽ മൂവ്മെന്റിനെയാണ്. അതായത് സൂര്യന് ചുറ്റും ഭൂമി ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഈ മൂവ്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റെവല്യൂഷൻ എന്ന് പറയുന്നത്. ഇറ്റ് റിവോൾവ്സ് അറൗണ്ട് ദ സൺ ഇൻ എ ഫിക്സഡ് പാത്ത് കോൾഡ് ആൻ ഓർബിറ്റ്. ഇറ്റ് ടേക്സ് 365.5 days and a quarter days to complete one revolution around the sun. Then എന്താണ് പറയുന്നത് എന്ന് വെച്ചാല് സൂര്യന് ചുറ്റും ഭൂമി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ മൂവ്മെന്റിനെയാണ് എന്ത് നമ്മൾ റെവല്യൂഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് റിവോൾവ്സ് അറൗണ്ട് ദി സൺ ഇൻ എ ഫിക്സഡ് പാത്ത്. അങ്ങനെ ഭൂമി എപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്തിലാണ്? ഒരു ഫിക്സഡ് പാത്തിലാണ്. കൃത്യമായിട്ടുള്ള ഒരു വഴിയുണ്ട് എന്തിന്? ഭൂമിക്ക് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കാൻ വേണ്ടി. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നില്ലേ? പ്രോബ്ലം ഉണ്ടോ? അല്ലേ? ഷെഫിക്ക് എന്താണ് മോളെ? ക്ലിയർ ഇല്ല, സൗണ്ട് ഇല്ല. ആണോ? എല്ലാവർക്കും ഉണ്ടോ അങ്ങനത്തെ പ്രോബ്ലം? ബാക്കി എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നില്ലേ? ഉണ്ടല്ലോ മോളെ ഷെഫി. എന്തുകൊണ്ടാണ് മോളെ ഷെഫിക്ക് മാത്രമേ ഉള്ളൂ? പിന്നെ കൃപയ്ക്കും കേൾക്കുന്നില്ല അല്ലെ മോളെ? അത് തോന്നോ എന്താണുള്ളത്? ഇവിടെ ഓക്കെ ആണല്ലോ. അപ്പോ നമ്മള് ഭൂമി എപ്പോഴും സൂര്യന് ചുറ്റും കറങ്ങുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുമ്പോ
ഇതിനെ നമ്മൾ റൊട്ടേഷൻ റെവല്യൂഷൻ എന്ന് പറയുന്നു. ദെൻ അത് കഴിഞ്ഞിട്ട് ഇറ്റ് റിവോൾവ്സ് അറൌണ്ട് സണ്ണിന്റെ ഫിക്സഡ് പാത്ത്. ഇങ്ങനെ ഭൂമി എപ്പോഴും സൂര്യന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഒരു ഫിക്സഡ് പാത്തിലാണ്. അതിന് കൃത്യമായിട്ടുള്ള ഒരു പാത്ത് ഉണ്ട്, കൃത്യമായിട്ടുള്ള ഒരു വഴിയുണ്ട്. അതിനെ ആണ് നമ്മൾ ഓർബിറ്റ് അല്ലെങ്കിൽ ഭ്രമണപഥം എന്ന് പറയുന്നത്. അതായത് ഭൂമി ഭ്രമണം ചെയ്യുകയെന്ന് വെച്ചാൽ എന്താണ്, എപ്പോഴും കറങ്ങുക. അതിനുള്ള വഴി, അതിനുള്ള കൃത്യമായിട്ടുള്ള ഒരു പാത്ത്, ഫിക്സഡ് പാത്ത്, അതിനെയാണ് നമ്മൾ ഓർബിറ്റ് എന്ന് പറയാം. ശ്രദ്ധിക്കുക, എന്താണ് ഓർബിറ്റ് എന്നൊക്കെ എക്സാമിന് ചോദിക്കാം. It is a fixed path when the earth is moves around the sun. Then it takes 365 days to complete the revolution around the sun. അതായത് ഈ ഭൂമിയുടെ ആണോ, എല്ലാവർക്കും ക്ലിയർ ഇല്ലാത്ത പ്രശ്നമുണ്ടോ മക്കളെ? കൃപ പറയുന്നു, അല്ല പറയുന്നു, ഷെഫി പറയുന്നു, ആദ്യവിന് കേൾക്കുന്നുണ്ടോ? ഉണ്ട്. ദേവാഞ്ജന ഉണ്ട്. ആദ്യം കേൾക്കുന്നുണ്ടോ മോനെ? ക്ലിയർ ഇല്ല. ക്ലിയർ ഇല്ല അല്ലേ? ദേവാഞ്ജന എല്ലാവർക്കും ഉണ്ട് അല്ലേ പ്രശ്നം? ദേവപ്രിയ കേൾക്കുന്നുണ്ടോ മോളെ? ക്ലിയർ കുറവുണ്ടോ? ക്ലിയർ ഇല്ല. ക്ലിയർ ഇല്ല അല്ലേ?